ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമുക്കറിയാം സ്കൗട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള scout.ind.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. OYMS എന്നുള്ള പേരിൽ നമ്മളത് ചെയ്തു വരുന്നു. ജില്ലാ അസോസിയേഷനും അതുപോലെ തന്നെ ലോക്കൽ അസോസിയേഷനും അവരുടെ പേര് വിവരങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ അസോസിയേഷൻ്റെ കീഴിൽ യൂണിറ്റുകളെ നമ്മൾ ഈ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് യൂണിറ്റുകളുടെ അവരവരുടെ യൂണിറ്റ് ലീഡർമാരെ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികളെയും ഈ വെബ്സൈറ്റിൻ്റെ കീഴിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂണിറ്റുകളുടെ സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് യൂണിറ്റ് ലീഡർമാരെ രജിസ്റ്റർ ചെയ്യുന്നത്, അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ പാസ്വേഡ് എങ്ങനെയാണ് മാറ്റുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ യൂണിറ്റ് ലീഡർമാരുടെ വിവരങ്ങൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ യൂണിറ്റ് ലീഡർമാരുടെ പാസ്വേഡ് മാറ്റുന്നു, അതുപോലെ തന്നെ യൂണിറ്റ് ലീഡർമാരുടെ ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ യൂണിറ്റുകളിലേക്ക് ഒരു നാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ NHQ ഇന്ത്യയുടെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ലോക്കൽ അസോസിയേഷനിൽ നിന്ന് നിങ്ങളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂണിറ്റിലേക്ക്, അതായത് നിങ്ങളുടെ സ്കൂളിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. ആ മെയിലിൽ കയറുക. മെയിൽ ഓപ്പൺ ചെയ്തിട്ട് മെയിൽ ഓപ്പൺ ചെയ്യുക. മെയിലിൽ BSG ഇന്ത്യ NHQ എന്ന് പറയുന്ന ഒരു മെയിൽ കാണും. ആ മെയിൽ ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും NHQയിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടാകും. ഇതാണ് ആ മെയിൽ. അവിടെ ഇതിൻ്റെ അടിയിലായിട്ട് ലോഗിൻ ഹിയർ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ NHQവിൻ്റെ scout.ind.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നമുക്ക് വലത് സൈഡിൽ മുകളിലായിട്ട് സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും. അവിടെ സൈൻ ഇൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ആ മെയിലിൽ കണ്ടിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും അവിടെ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. സാധാരണ യൂസർ നെയിമായിട്ട് വരുന്നത് നമ്മുടെ യൂണിറ്റിൻ്റെ, അതായത് സ്കൂളിൻ്റെ മെയിൽ ID തന്നെയാണ്. പാസ്വേഡ് നമുക്ക് NHQ BSG ഇന്ത്യ NHQ എന്ന് പറയുന്ന മെയിലിൽ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാകും. അവിടെ നിന്ന് ഒന്നെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് പാസ്വേഡ് തെറ്റാതെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ യൂണിറ്റിൻ്റെ മെയിൽ ID ഞാൻ അടിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ പാസ്വേഡ് അവിടെ നൽകി ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ തുറന്നു വരുന്നത് നമ്മുടെ യൂണിറ്റിൻ്റെ പേജിലേക്കാണ്. സ്കൂളിലേക്ക് വന്ന മെയിലിലെ ഇത് വെച്ച് ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ചെയ്യുന്നത് നേരെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ പേജിലേക്കാണ്. എൻ്റെ സ്കൂളിൻ്റെ പേര് മുകളിൽ കാണാം, ബാപ്പുജി സെൻട്രൽ സ്കൂൾ എന്ന് അതിൽ മുകളിൽ കാണാവുന്നതാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ എൻ്റെ സ്കൂളിലാകെ ഉള്ളത് ഒരു സ്കൗട്ട് യൂണിറ്റ് ട്രൂപ്പ് മാത്രമാണ്. ഇവിടെ സ്കൗട്ട് ട്രൂപ്പിൻ്റെ അവിടെ നമ്പർ 1 എന്ന് കാണാം. അതുപോലെ നമ്മുടെ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി എഡിറ്റ് ഗ്രൂപ്പ് പ്രൊഫൈൽ എന്ന് പറയുന്നത് സൈഡിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെയായി സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യേണ്ടതെല്ലാം അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. സ്കൂൾ അഡ്രസ്സ്, യൂണിറ്റ് അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം അവിടെയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ യൂണിറ്റ് ലീഡറിനെ ആഡ് ചെയ്യാനും ഈ പേജിൽ തന്നെയാണ്. എൻ്റെ സ്കൂളിലൊരു സ്കൗട്ട് യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ
സ്കൗട്ട് ട്രൂപ്പ് എന്നുള്ളിടത്താണ് ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അങ്ങനെ അത്രയും ആഡ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ യൂണിറ്റ് ലീഡറിനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ഡീറ്റെയിൽസാണ് യൂണിറ്റ് ലീഡറിനെ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എത്ര യൂണിറ്റ് ഉണ്ടോ അത്രയും യൂണിറ്റിൻ്റെ ലീഡർമാരെ നമ്മളിവിടെ ഓരോരുത്തരെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മെയിൽ ID, പാസ്വേഡ് മാറ്റുന്നതിന് ഇടതുവശത്ത് താഴെയായി മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടിയിലായിട്ട് പാസ്വേഡ് എന്ന് കാണാം. പാസ്വേഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം കറണ്ട് പാസ്വേഡ്, ഇപ്പോഴത്തെ പാസ്വേഡ് നമ്മൾ മുകളിൽ കൊടുക്കുക. അതിനുശേഷം ന്യൂ പാസ്വേഡ്, ഏത് പാസ്വേഡാണോ നമ്മൾ പുതിയതായിട്ട് ചെയ്യേണ്ടത് ആ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ആ പാസ്വേഡ് ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടി ആ പാസ്വേഡ് വെരിഫൈ പാസ്വേഡിൻ്റെ അവിടെയും നമ്മൾ പുതിയതായിട്ട് ചേർക്കുന്ന അതേ പാസ്വേഡ് തന്നെ ഒന്നുകൂടി കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് പാസ്വേഡ് എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പാസ്വേഡ് അപ്ഡേറ്റ് ആയിട്ട് അന്നേരം തന്നെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പുതിയൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിൽ കറണ്ട് പാസ്വേഡിൻ്റെ അകത്ത് പഴയ പാസ്വേഡും ന്യൂ പാസ്വേഡിൻ്റെ അകത്ത് പുതിയ പാസ്വേഡും, അതുപോലെ തന്നെ വെരിഫൈ പാസ്വേഡ് എന്നതിനകത്ത് വീണ്ടും ആ ന്യൂ പാസ്വേഡ് തന്നെ ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓർക്കുക, ഈ പാസ്വേഡ് എല്ലാം നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്, എഴുതി വയ്ക്കുന്നതാണ് വളരെ ഉത്തമം. അപ്ഡേറ്റ് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണിക്കും BSG India നമ്മുടെ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ അമർത്തി കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ പേജിലേക്കാണ് പോകുന്നത്. സൈറ്റിൻ്റെ ഹോം പേജിലെത്തും. വീണ്ടും സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തതിന് ശേഷം നമുക്ക് യൂസർ നെയിമും പുതിയ പാസ്വേഡും ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാൻ യൂസർ നെയിമും പുതിയ പാസ്വേഡും ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മൾ യൂണിറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. യൂണിറ്റ് ലീഡറിനെ ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ പാസ്വേഡ് മാറ്റുന്നതും ഇത്രയും പ്രൊസീജിയറാണ് നമുക്ക് ചെയ്യാനുള്ളത്. ലോഗ് ഔട്ട് ചെയ്യുക. നമ്മൾ ഹോം പേജിലേക്ക് തന്നെ വരും. അതിനുശേഷം ഇപ്പോൾ യൂണിറ്റ് ലീഡറിൻ്റെ, അതായത് നമ്മുടെ യൂണിറ്റ് അധ്യാപകരുടെ മെയിലിലേക്ക് വീണ്ടും NHQൻ്റെ ഇതുപോലെ തന്നെ ഒരു മെയിൽ വന്നിട്ടുണ്ടാകും. ആ യൂണിറ്റ് ലീഡർമാരുടെ മെയിൽ ID യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഇതേ സൈറ്റിൽ തന്നെ നമുക്ക് കയറാവുന്നതാണ്. യൂസർ നെയിം നമ്മുടെ പേഴ്സണൽ മെയിൽ ID തന്നെയായിരിക്കും. അതുപോലെ തന്നെ പാസ്വേഡ് നമുക്ക് NHQയിൽ നിന്ന് മെയിലായിട്ട് അയച്ചു തന്നിട്ടുണ്ടാകും. അതുപയോഗിച്ച് നമ്മൾ മുമ്പേ യൂണിറ്റിൻ്റെ കയറിയതുപോലെ തന്നെ നമുക്ക് യൂണിറ്റ് ലീഡർമാരുടെ പേജിലേക്കും ലോഗിൻ ചെയ്യാവുന്നതാണ്. യൂസർ നെയിമും പാസ്വേഡും അടിക്കുക. പാസ്വേഡ് നമുക്ക് അവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. ലീഡർ ഒരു നമ്പർ എന്ന് പറയുന്നതാണ് നമ്മുടെ പാസ്വേഡ്. അത് അവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ യൂണിറ്റ് ലീഡർമാരുടെ പേജ്. നമുക്കിവിടെ കാണാം യൂണിറ്റ് ലീഡർ രവീന്ദ്രൻ, അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ്. ആദ്യം തന്നെ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. മൈ അക്കൗണ്ട് പാസ്വേഡ്, നമ്മുടെ ഇപ്പോഴുള്ള കറണ്ട് പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ന്യൂ പാസ്വേഡ്
നമ്മൾ പുതിയതായിട്ട് ഏത് പാസ്വേഡാണോ യൂസ് ചെയ്യുന്നത് ആ പാസ്വേഡ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വെരിഫൈ പാസ്വേഡിൻ്റെ അവിടെയും നമ്മൾ ഏത് പാസ്വേഡാണോ മുകളിൽ ന്യൂ പാസ്വേഡിൽ അടിച്ചു കൊടുത്തത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി തെറ്റാതെ അതുപോലെ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ പാസ്വേഡുകൾ കഴിവതും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ മെയിൽ ID കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള മെയിൽ ID കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് വരുന്നത് മെയിൽ IDയിലേക്കാണ്. അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അപ്ഡേറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാസ്വേഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അമർത്തി കഴിയുമ്പോൾ വീണ്ടും ഹോം പേജിലേക്ക് പോകും. വീണ്ടും സൈൻ ഇൻ ചെയ്യുക. സൈൻ ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ നെയിം നമ്മുടെ മെയിൽ ID തന്നെ മെയിൽ ID അടിച്ചു കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് ന്യൂ പാസ്വേഡ് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ പാസ്വേഡ് വെച്ച് വേണം ലോഗിൻ ചെയ്യാൻ. ഒരിക്കലും പാസ്വേഡ് മറന്നു പോകരുത്. അതൊന്നെങ്കിൽ കുറിച്ച് വയ്ക്കുകയോ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബറിൻ്റെ പേജിൽ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ എടുക്കുക. നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് യൂണിറ്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. പേജ് കയറി കഴിയുമ്പോൾ നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നൽകുക. ഒരു മുകളിൽ റെഡ് സ്റ്റാർ ഉള്ളത് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്തതിന് ശേഷം മാത്രമേ സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തത് മാൻഡേറ്ററി അല്ല. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ഇത് പ്രൊഫൈൽ ഒന്ന് ഫില്ല് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്കൈപ്പ് ID ഞാൻ റീഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അപ്ഡേറ്റ് എന്ന് താഴെ കൊടുത്തിരുന്ന അപ്ഡേറ്റ് അമർത്തുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആകുന്നതാണ്. നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഗുഡ് എന്ന് എഴുതി കാണിച്ച് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമുക്ക്. അതിനുശേഷം നമുക്കിനി കുട്ടികളെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി മാനേജ് മെമ്പേഴ്സ് എന്നുള്ളത് ആഡ് ചെയ്യുക. അതിൻ്റെ ശേഷം ആഡ് യൂണിറ്റ് മെമ്പേഴ്സ് എന്നുള്ളത് മെമ്പർ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുള്ളിലാണ് നമ്മൾ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, അതുപോലെ ലാസ്റ്റ് നെയിം, ഫാദേഴ്സ് നെയിം, അതുപോലെ തന്നെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. കുട്ടികളുടെ ആണെങ്കിലും ഇമെയിൽ ID നമ്മൾ കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അവരോട് ഒന്നുകൂടെ കൺഫേം ചെയ്തതിന് ശേഷം ഈ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് തെറ്റ് പറ്റിയാൽ പിന്നെ മാറ്റാൻ സാധിക്കുന്നതല്ല.
അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് ഇതുപോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡും NSQL നിന്ന് ഓട്ടോമാറ്റിക് ജനറേറ്റ് ആയിട്ട് അവരുടെ മെയിലിലേക്ക് സെൻഡ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ മെയിൽ ഐ ഡി പേരൻസിൻ്റെ ആവാം അല്ലെങ്കിൽ കുട്ടികളുടെ ആവാം. അത് ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള മെയിൽ ഐ ഡി ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് യൂണിറ്റ് ലീഡർമാരുടെ ഉത്തരവാദിത്തമാണ് ഇതിലെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത്. തെറ്റുപറ്റിയാൽ പിന്നെ മാറ്റാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് എല്ലാ സ്കൂൾ റെക്കോർഡുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം വേണം നമ്മൾ കുട്ടികളെ രജിസ്റ്റർ ചെയ്യാൻ. NHQൻ്റെ വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് വളരെ ബുദ്ധിമുട്ടിയാൽ മാത്രമേ അത് വീണ്ടും തിരുത്താൻ സാധിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് യൂണിറ്റ് അംഗങ്ങളുടെ പേര് വിവരങ്ങൾ, അതായത് നമ്മുടെ കുട്ടികളുടെ പേര് വിവരങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് OIMSുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. കുട്ടികൾക്ക് അവരുടെ ഡീറ്റെയിൽസ് പിന്നീട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിപ്പോൾ ചെയ്യേണ്ട. അത് അറിയിപ്പ് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് പിന്നീട് അവരുടെ ഡീറ്റെയിൽസും ആഡ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് ലോഗിൻ ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇതാണ് scout.ind.in എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ഫുൾ വിവരങ്ങൾ. നമ്മുടെ അംഗങ്ങളുടെ പേരും ഡീറ്റെയിൽസ്, എത്ര നമ്പറുണ്ട്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ വെബ്സൈറ്റിൽ കാണാവുന്നതാണ്. ഇന്ത്യയിലുള്ള എല്ലാ യൂണിറ്റുകളുടെയും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് തട്ടിയേക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.